ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലാവും അല്ലേ? ഞങ്ങളും നല്ല തിരക്കിലാണ്. ഇപ്രാവശ്യം ഞാൻ പ്ലം കേക്കിൻ്റെ ഓർഡറൊന്നും എടുത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ വീട് നിറച്ചും പ്ലം കേക്കാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. അത്രയും എല്ലാവരുടെയും ടേബിളിൻ്റെ മുകളിലും അതുപോലെ റാക്കുകളിലും എല്ലാം മൊത്തം കേക്കുകൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇപ്രാവശ്യം അതൊന്നും എടുത്തില്ല. ടെന്നീസ് എൽബോ ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്നത്തെ വീഡിയോയിൽ, കയ്യിൻ്റെ എന്താ പറയുക മുട്ടിൻ്റെ അവിടെ നല്ല വേദന കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് എന്താ പറയുക ഓവറായിട്ട് പണിതാലാണ് ടെന്നീസ് എൽബോ. ഒരു ടെന്നീസ് കളിക്കാർക്കൊക്കെയാണ് അത് വരിക. അപ്പോൾ ഇതിന് റെസ്റ്റും അതുപോലെ എക്സസൈസുമാണ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ മരുന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കൊല്ലം ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കേക്കുകളും മറ്റേ നമ്മുടെ സാധാ ക്രീം കേക്കുകളും കുബൂസിൻ്റെ പണികളെല്ലാം ഉണ്ട് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്, പ്ലം കേക്കിൻ്റെ പണിയിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്ലം കേക്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു മാസം മൊത്തം കേക്കിൻ്റെ പണിയാണ് കേട്ടോ. അതായത് രാത്രി എനിക്ക് ഉറങ്ങാൻ ടൈം കിട്ടില്ല, രാവിലെയും പണി, അങ്ങനെ ഊണും ഉറപ്പില്ലാത്ത പണിയാണ് ഉണ്ടാവാറ് നമുക്ക് പ്ലം കേക്കിൻ്റെ ടൈമിൽ കേട്ടോ. അത് അപ്പോൾ ഞാൻ ചില ആൾക്കാരുടെ പ്ലം കേക്ക് എൻ്റെ കേക്ക് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കുള്ളത് മാത്രമേ ഞാൻ കേക്ക് പ്രാവശ്യം ഉണ്ടാക്കിയുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, ഊണും ഉറപ്പില്ലാണ്ട് പണിയാനും ഇഷ്ടമാണ്. ഞാൻ പണിയും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ടെന്നീസ് എൽബോയുടെ പ്രശ്നം വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ അധികം പണിതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓവറായിട്ട് പണ്ട് എല്ലാ പണിയും കൂടി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്താ പറയുക നമ്മുടെ പ്ലം കേക്കിൻ്റെ പണി പ്രാവശ്യം എടുക്കഞ്ഞത് കേട്ടോ. അതായത് നന്നായി പണി ഉണ്ടാവും പ്ലം കേക്കിൻ്റെ പണിയാണെങ്കിൽ. നമ്മളൊപ്പം വീട്ടിലായതുകൊണ്ട് ഒപ്പം ക്ലീൻ ചെയ്യും വേണമല്ലോ. അങ്ങനെ ദിവസവും റെസ്റ്റില്ലാത്ത വർക്ക് ഉണ്ടാവുക. പിന്നെ ഇന്ന് നമ്മുടെ കരീമമ്മയുടെ വീട്ടിലേക്ക് എല്ലാവരും ഇരുന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം നാളേക്കുള്ള സ്പഞ്ചൊക്കെ അടിച്ചു വെച്ചു. അതിന് ശേഷം ഒരു കേക്ക് വേഗം ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ പോയി വന്നിട്ട് ബാക്കി സ്പഞ്ച് അടിച്ചു വെച്ച് ക്രീമും ബീറ്റ് ചെയ്തിട്ട് പോയി പിന്നെ സുഖമല്ലേ, വന്നിട്ട് വേഗം സെറ്റ് ചെയ്യലേ വേണ്ടുള്ളൂ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് വേഗം ഞാൻ എന്താ പറയുക കേക്കൊക്കെ ചെയ്യുന്ന തിരക്കിലാട്ടോ. അപ്പോൾ അത് ചെയ്ത് വെച്ചിട്ട് ഞാൻ അപ്പോഴത്തേനും എന്താ പറയുക അമ്മായിയും ഈ ഷീനി എല്ലാവരും അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാനും റിയമോളും കൂടിയിട്ട് പിന്നെ റിയമോളും അവരുടെ കൂടെ പോയിട്ടോ. ഞാനൊറ്റയ്ക്കാണ് പോയത്. അപ്പോൾ അവരൊക്കെ അവിടെ വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പം ഞാനും പതുക്കെ മിണ്ടാണ്ട് വാതിൽ തുറന്ന് പോയപ്പോൾ അവർക്ക് നല്ല വർത്താനത്തിലാണ്. എല്ലാവരും എന്നെ കണ്ടപ്പോൾ ആകെ മുഖത്തേക്ക് മുണ്ടാൻ തുടങ്ങി. അതായത് ഷീനൊന്നും തീരെ എന്താ പറയുക യൂട്യൂബിൻ്റെ മുമ്പിലോ നമുക്ക് വീഡിയോ എടുക്കണം തന്നെ ഇഷ്ടമില്ല, അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അവളേക്ക് വേഗം അവിടെ നെല്ലിയിട്ട് ഓടിപ്പോയി. മറ്റുള്ളവരൊക്കെ പിന്നെ വേഗം മുഖത്ത് മുണ്ടിട്ടിരിക്കാൻ തുടങ്ങി. അതായത് അവിടെ അവർ നല്ല വർത്താനത്തിലല്ലേ എല്ലാവരും തോന്നുന്നത് പോലെ എന്താ പറയുക ഹോളിലിരുന്നിട്ട് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഞാൻ പോയത്. ഞാനും ഈ പറഞ്ഞ പോലെ വേഗം ചട്ടപടയെന്ന് കൊണ്ട് എൻ്റെ പണികൾ കഴിച്ചിട്ട് ഞാനും ഓടുന്നു കേട്ടോ. അവരുടെ കൂടെ കഥ പറഞ്ഞിരിക്കാൻ ഇങ്ങനെ ഓരോന്ന് കേൾക്കാനും ഇഷ്ടമാണല്ലോ. അങ്ങനെ നമുക്ക് സമയം പോണത് അറിയില്ല. അപ്പോൾ നമ്മുടെ പണികൾ ചെയ്യാതിരിക്കാനൊന്നും ഓർത്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്ത് വേഗം സെറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് പണിയുള്ളത് മാത്രം പെൻഡിങ് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാവരും നല്ല വർത്താനത്തിലും ഇതിലുമാണ് കേട്ടോ. ഞാനാണെങ്കിൽ മിണ്ടാണ്ട് പോയത് കാരണം പെട്ടെന്ന് എല്ലാവരും എന്താ പറയുക അപ്പോഴത്തെ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വീഡിയോയിൽ പകർത്തിയിട്ടിട്ട് ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. എന്താ പറയുക ഞാനും വോയിസൊന്നും കൊടുക്കണില്ല കേട്ടോ. അതന്നെ ഞാൻ അതേപോലെ ഇടുക ചെയ്തിട്ടുള്ളത്. വെറുതെ ഓരോ വീട്ടിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക പ്രൈവസി അല്ലേ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കണതല്ലേ. അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മുടെ കൊണ്ടാഴി ഭാഗത്തേക്കുള്ള ഓർഡറാണ്. ഇത് 1.25 കിലോ ഉണ്ട് കേട്ടോ കേക്ക്. 1 കിലോൻ്റെ കേക്കിൻ്റെ ഓർഡറാണ്. കേക്ക് 1.25 കിലോ ഉണ്ട്. പിസ്ത കേക്കാണ് കേട്ടോ. അടിപൊളി കേക്കാണ്. പിന്നെന്താ പറഞ്ഞാൽ അതിലെന്തോ പേര് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പേരും കൂടി എഴുതിയിട്ടാണ് കൊടുത്തത് കേട്ടോ കൊണ്ടുപോകുന്ന സമയത്ത്. അവർക്ക് റെഡ് വൈറ്റ് ആൻഡ് കോമ്പിനേഷനിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ റെഡ് ഫ്ലവറും കൊടുത്തു, റെഡ് അടിയിലും കൊടുത്തു, പിന്നെ വൈറ്റ് അങ്ങനെയും കൊടുത്തിട്ടൊരു ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കാക്കി കുറച്ച് എന്താ പറയുക ഗോൾഡൻ ബോൾസിൽ അതും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. ഇത്രയ്ക്കുള്ളൂ ഈ കേക്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഒരാൾ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്ക് 2.5 കിലോൻ്റെ കേക്കാണ് കേട്ടോ. അതും നമ്മുടെ സ്ഥിരം കസ്റ്റമറുടെ കേക്ക് തന്നെയാണ്. അത് ഞാൻ പിന്നെ വേറെ ദിവസം അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക.
അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതിലാകുമ്പോൾ ഇതിൽ തോനെ സ്പേസ് ഒക്കെ കാണുന്നവർക്കും ചിലപ്പോൾ ബോറടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ കഴിച്ചിട്ട് മാമാടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും നല്ല സൊറ പറഞ്ഞിട്ടിരിക്കുന്ന സമയമായി. ഷീന പിന്നെ വേഗം തലയിൽ കൂടെ മുണ്ടിട്ടിട്ട് ഓട്ടിയിട്ടുണ്ട് കണ്ടതും. അപ്പോൾ അവിടെ പോയതും അവിടുത്തെ ഫുഡും എന്തൊക്കെ ഉണ്ടായിരുന്നെന്നും അതേപോലെ എന്താ പറയുക, പിന്നെ കുട്ടികളൊക്കെ കുറേ നേരം കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു ബഹളമല്ലേ അതൊക്കെയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് അങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ബാക്കിയുള്ള കേക്കുകളൊക്കെ വേഗം ചെയ്തു. നമുക്ക് പോവാതിരിക്കും. ഞാൻ ആദ്യം പോവില്ല എന്നാണ് വിചാരിച്ചത്, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഓരോ മൊമെൻറ്റുകൾ മിസ് ചെയ്താൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാൻ മമ്മടെ കണ്ടാണേ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഹായ്. ആരെ ബ്രേക്കപ്പ് ആയത്? അതല്ല, ആരെ ബ്രേക്കപ്പ് ആയി പറഞ്ഞു? എന്താ ഗൈസ്, ഒരു മൈൻഡും ഇല്ലാണ്ട് പോണ്. കഴിക്കണ എടുക്കട്ടെ, എല്ലാം കാണിക്കും വീഡിയോയിലേ. ഇല്ലടി, നിന്നെ ഞാൻ കണ്ട കട്ട് ചെയ്യാ. ഇരുന്നോ മൈക്ക് എവിടെ ഇനി വയറ്? പുറത്ത് പറയണ്ടത് പറയൂ ഗൈസ്, പറയൂ കേക്കട്ടെ. ആർക്കും ഞാൻ പറയില്ല, അനു ഞാൻ പറയില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അനു പറഞ്ഞു. നമുക്ക് നോക്കുക അനു, നമുക്ക് കളിക്കാം. ഹായ്, how are you? ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. കേൾക്കുന്നില്ല.
ഇവിടെ ഇരുന്നല്ലേ ഞങ്ങള്